പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സപ്തസാഗര ദാജയല്ലോ സൈഡ് ബി എന്ന കന്നഡ മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 റിലീസായ റൊമാൻസ് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന കന്നഡ മൂവിയാണ് സപ്തസാഗര ദാജയല്ലോ സൈഡ് ബി. ഹേമന്ത് റാവു സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ രക്ഷിത് ഷെട്ടി, ചൈത്ര, രുക്മിണി വസന്ത് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സപ്തസാഗര ദാജയല്ലോ സൈഡ് എ എന്ന സിനിമയുടെ തുടർച്ചയായി തന്നെയാണ് ഈ ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുന്ന നായകന് അവൻ്റെ ജീവിതവും സ്വപ്നവും പ്രണയവുമൊക്കെ നഷ്ടമാവുന്നതും അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായി പുറത്തെത്തുന്ന അവന് പഴയ തൻ്റെ ഓർമ്മകളിലൂടെയും പുതിയ ഒരു ജീവിത സാഹചര്യത്തിലൂടെയുമൊക്കെ മുന്നോട്ട് പോകേണ്ടി വരുന്നതും അതിനെ തുടർന്ന് പിന്നീട് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ മലയാളം ഡബ്ബിംഗ് ഒക്കെ അത്യാവശ്യം മികച്ചതായി തന്നെ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കഥാപാത്രമായി എത്തിയ രക്ഷിത് ഷെട്ടി ഉൾപ്പെടെ സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ മികച്ചതായി തന്നെ പെർഫോം ചെയ്തിരിക്കുന്നു. സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും സാഹചര്യത്തിന് അനുസൃതമായി വരുന്ന പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമൊക്കെ നന്നായിരുന്നു. ഒരു സീക്വൽ മൂവി എന്ന രീതിയിൽ ആദ്യ ഭാഗത്ത് നടന്ന സംഭവങ്ങളുടെയൊക്കെ ഒരു തുടർച്ചയായി ഒരു ഇമോഷണൽ ഡ്രാമ എന്ന രീതിയിലാണ് ഈ ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. ആദ്യ ഭാഗത്തിൽ പ്രണയവും ഇമോഷൻസും ഒക്കെയായി ഒരു ഫീൽ ഗുഡ് വൈബിൽ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമയെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ അത്ര റിയലിസ്റ്റിക് രീതിയിലൊന്നുമല്ലാതെ കൊമേഴ്ഷ്യൽ വാല്യൂവും സിനിമാറ്റിക് എലമെൻസും ഒക്കെ ആഡ് ചെയ്ത് ഒരു ഇമോഷണൽ ട്രാക്കിലാണ് സിനിമയെ കൊണ്ടുപോയിരിക്കുന്നത്. അവസാനം അവരുടെ ലൈഫിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയൊക്കെ നിലനിർത്തി വളരെ ഇൻട്രസ്റ്റിംഗ് ആയും എൻഗേജിംഗ് ആയും തന്നെ കഥ പറഞ്ഞു പോകാനായി സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ടത് രക്ഷിത് ഷെട്ടിയുടെ ട്രാൻസ്ഫോർമേഷനും പെർഫോമൻസും തന്നെയാണ്. മനു എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ഇമോഷണൽ ജേണി എന്ന രീതിയിലാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. ആ ഒരു കഥാപാത്രത്തെ എല്ലാവിധ ഇമോഷൻസോടും കൂടി രക്ഷിത് ഷെട്ടി ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഇമോഷണൽ റൊമാൻസ് ട്രാക്കിൽ കഥ പറഞ്ഞു പോകുമ്പോഴും നായകൻ്റെ ഫ്രണ്ടായെത്തുന്ന കഥാപാത്രത്തിൻ്റെ ചെറിയ ചെറിയ സിറ്റുവേഷണൽ കോമഡികളുമൊക്കെ രസകരമായി തന്നെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം സിനിമയുടെ കഥാസാഹചര്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഡീസൻറ്റ് ക്ലൈമാക്സും സിനിമ സമ്മാനിക്കുന്നു. പിന്നെ ഒരു റൊമാൻസ് ഡ്രാമ എന്ന രീതിയിൽ കഥ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ചിലയിടത്തൊക്കെ അതിൻ്റേതായ ഒരു സ്ലോനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ഫസ്റ്റ് പാർട്ടുമായൊക്കെ കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സിംഗിൾ മൂവി ആയിട്ടൊക്കെ നോക്കുകയോ ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയോ സിനിമ അത്ര എഫക്റ്റീവ് അല്ലാത്തതുപോലെയും ഡൗൺ ആയതുപോലെയും ഒക്കെ തോന്നിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു നൈസ് വൺ ടൈം വാച്ചബിൾ മൂവിയാണ് സപ്തസാഗര ദാജയല്ലോ സൈഡ് ബി എന്ന് പറയാം. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.